ജന്മനക്ഷത്രവും ഉപാസനാമൂർത്തിയും. അശ്വതി നക്ഷത്ര ജാതകരുടെ ഉപാസനാമൂർത്തി ഗണപതിയാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. കാർത്തിക നക്ഷത്ര ജാതകരുടെ ഉപാസനാമൂർത്തി ദുർഗാദേവിയാണ്. രോഹിണി നക്ഷത്ര ജാതകരുടെ ഉപാസനാമൂർത്തി വിഷ്ണുവും ദുർഗാദേവിയുമാണ്. മകയിര നക്ഷത്ര ജാതകരുടെ ഉപാസനാമൂർത്തി മഹാലക്ഷ്മിയാണ്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ നാഗദേവതകളാണ്. പുണർത്ത നക്ഷത്ര ജാതകർക്ക് ശ്രീരാമനും, പൂയ നക്ഷത്ര ജാതകർക്ക് മഹാവിഷ്ണുവും, ആയില്യം നക്ഷത്ര ജാതകർക്ക് ശ്രീകൃഷ്ണനും, മകൻ നക്ഷത്ര ജാതകർക്ക് ഗണപതി ഭഗവാനും, പൂരം നക്ഷത്ര ജാതകർക്ക് ശിവഭഗവാനും, ഉത്തര നക്ഷത്ര ജാതകർക്ക് ശാസ്താവും, അത്തം നക്ഷത്ര ജാതകർക്ക് ഗണപതിയും, ചിത്ര നക്ഷത്ര ജാതകർക്ക് സുബ്രഹ്മണ്യനും, ചോതി നക്ഷത്ര ജാതകർക്ക് ഹനുമാൻ സ്വാമിയും, വിശാഖ നക്ഷത്ര ജാതകർക്ക് ബ്രഹ്മാവും, അനിഴ നക്ഷത്ര ജാതകർക്ക് സുബ്രഹ്മണ്യനും ഭദ്രകാളിയും, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് സുബ്രഹ്മണ്യനും, മൂലം നക്ഷത്ര ജാതകർക്ക് ഗണപതിയും, പൂരാട നക്ഷത്ര ജാതകർക്ക് ലക്ഷ്മീനാരായണനും, ഉത്രാട നക്ഷത്ര ജാതകർക്ക് ശങ്കരനാരായണനും, തിരുവോണം നക്ഷത്ര ജാതകർക്ക് മഹാവിഷ്ണുവും, അവിട്ട നക്ഷത്ര ജാതകർക്ക് സുബ്രഹ്മണ്യനും ഭദ്രകാളിയും, ചതയ നക്ഷത്ര ജാതകർക്ക് നാഗദേവതകളും, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് മഹാവിഷ്ണുവും, ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ശ്രീരാമനും, രേവതി നക്ഷത്ര ജാതകർക്ക് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഉപാസനാമൂർത്തിയാകുന്നു. ഇവരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും. ഉപാസനാമൂർത്തിയെ ഭജിക്കുന്നതിലൂടെ, പൂജകൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുമെന്നാണ്. തീർച്ചയായും നിങ്ങൾക്കും അങ്ങനെ തന്നെ സംഭവിക്കും, ഉറപ്പായും.